നമ്മൾ ക്രൊവാദ്വീപെത്തി കഴിയാറായി. കാര്യം ഒരു വണ്ടി മൊത്തം വന്നു. അപ്പോൾ നമ്മൾ അതാണ്ട് ഓട് 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 റൺ 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 പെട്ടെന്നോ പെട്ടെന്നോ ണ്ട്. സോ നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വലിയൊരു വണ്ടി വന്നുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാ സ്മൈൽ. ഇവിടെ വരുമ്പോൾ പ്രത്യേകം ക്യാഷ് കൈക്കൊണ്ടിരിക. നോ வந்து இது இல்லையா, ஜிபே இல்லையா, என்ன பண்ணுறது? ஓ சரி, டிஜிட்டல் இந்தியா அப்படின்னு சொல்கிறாங்க. பட் டவர் இருக்கு வோடாஃபோனுக்கு இருக்கு இல்லையா? அது போதும். ஜியோவுக்கு இருக்கு. നമ്മളതാണ്ട് എൻട്രി ടിക്കറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിയോ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അഡൽസിന് 110, ഫോറിനേഴ്സ് 200, ക്യാമറയ്ക്ക് പ്രത്യേകം ചാർജ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് എൻട്രൻസ്. ഐലാൻഡ് ജേണി ഇവളതാ ഇതാണ് ഐലൻഡ്. പിന്നെ ശരി, കുഴപ്പമില്ല. എവിടെ ഐലൻഡ്? ടിക്കറ്റ് ജിയോ ചേട്ടാ ടിക്കറ്റ് എടുക്കൂ. അപ്പോൾ ബോട്ടിൽ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ കൊടുത്തോ 20 രൂപ വെച്ച് ബോട്ടിലിന് കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് അവിടെ നിക്ഷേപിച്ചിട്ട് വരും വിചാരിച്ചുകൊണ്ട് അവർ വാങ്ങിച്ചു വയ്ക്കും. ബോട്ടിലൊക്കെ തിരിച്ചുകൊണ്ട് നമ്മളിവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ കാശ് നമുക്ക് തിരിച്ചു തരും. இது ஏன் காசு வாங்குறாங்க தெரியுமா? நம்ம பிளாஸ்டிக் உள்ளே போட்டுக்கிட்டோம்னா அதுக்காக தான். அப்போ வந்து எப்படின்னா நம்ம வந்து காசை கொடுத்துட்டோம் அப்படின்னா பாட்டிலில் கொடுத்துட்டோம்னா காசு கொடுத்துருவாங்க. பாட்டிலில் கொடுக்கல காசு போச்சு, இவங்க போய் எடுத்துக்குவாங்க. ஃபைன் மாதிரி தான் கைண்ட் ஆஃப். നിന്നെ ഉദ്ദേശിച്ചാണ്, നിന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പക്ഷെ രഞ്ജുവിന് പറ്റില്ല. രഞ്ജു കയറാൻ തൂങ്ങി കിടക്കുക, കാലെത്തത്തില്ലല്ലോ. അയ്യോ എടാ, ഞാനിവിടെ തൂങ്ങി നിൽക്കാറ, എന്നെ കൂടെ കൊണ്ടുപോകണം. നല്ല ആളുണ്ട്. അല്ല ഇന്നലെ സഫാരി പോയിട്ട് നല്ല ട്രൈ ചെയ്തു. ഒരു ബാച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് എപ്പോഴും ക്യാപ്പ് എടുക്കും. ഈ ട്രിപ്പിൽ ക്യാപ്പ് தோணுது. சொல்லுங்க, நீங்கள் என்ன உங்களுக்கு என்ன தோணுது? எதுவும் தோணல தானே? சரி, അപ്പോൾ നമ്മൾ കുറുവാദ്വീപിലേക്ക് പോവാം. വേണ്ട സെറ്റ് ഓക്കെ. തികഞ്ഞു. എനിക്ക് ഡബിൾ പ്രൊട്ടക്ഷനാണ്. എനിക്ക് ഡബിൾ പ്രൊട്ടക്ഷനാണ്. 3 എണ്ണം ഉണ്ട്. ഡബിൾ അല്ല, ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ. നട്ടപ്പുറ വെയിലാണെന്ന് മാത്രം അല്ലേ ചേച്ചി? ഭയങ്കര വെയിൽ. അപ്പം അതാണ് കുറുവാദ്വീപ്. അയ്യോ ചേച്ചി, പക്ഷേ ഇല്ലേ ഇതിൽ റിവർ റാഫ്റ്റിങ്ങിന് പോയിരുന്നെങ്കിലല്ലേ സത്യം നല്ല വെയിലായിരുന്നു. അല്ല വെയിൽ കൂടുതലാ, പറ്റത്തില്ല. പക്ഷെ ഇതില് എന്താ പ്രശ്നം, 5 വരെ പറ്റും. അപ്പൊ 5, 2 അത് കഷ്ടം. എൻ്റെ അമ്മോ, കാലിന് താഴെ വീഴുമോ? അവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. സ്ട്രെയിറ്റ് പോയ ഒരു സംഭവം, ലെഫ്റ്റിൽ എന്തോ 500 മീറ്റർ ഇട്ടിട്ടുണ്ട്, റൈറ്റിൽ മേ ബി ലൈക്ക് അതിൻ്റെ റൗണ്ട് അടിച്ച് വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അത് വേറെ സ്റ്റാർട്ടിങ്. നമ്മൾ വന്നത് നമ്മൾ ആ വഴി കൂടെ തിരിച്ചു പോകണം.
പക്ഷെ ഇവിടെ കുറേ മരങ്ങളുണ്ട്, മരങ്ങളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചേര്, ഫാമിലി അനാകാർഡിയാനൈസി. എന്ത് സാധനം? അത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ നമുക്ക് എന്തോ ഒരു ചേരുമരാണോ ചാരുമരാണോ? ചേര് ചേര് അല്ല, ഈ ആ മരത്തിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഓക്കെ. ലൂഞ്ഞാട് മൂത്താശ്ശേരിയെ കണ്ടിട്ടെങ്കിൽ കണ്ടോളൂ. മൂത്താശ്ശേരി ഇവിടെ കുറെ മരം ഉണ്ടല്ലോ, ഒന്നിന്റെ പേര് അറിയില്ല. ആകെ അറിയുന്നത് തെങ്ങ്, മാങ്ങ, മാവ്, കവുങ്ങ്, മാവ്. അതന്നെ തങ്ങ് സ്ലിപ്പായി റിവ്യൂ കാട്ടി. മുള്ളി കോളി, കോലി അല്ല കോളി. ഏതും തെരിയവില്ലേ അല്ലായിട്ടുള്ള മരം. പൂച്ച മരം. ഊഞ്ഞലീട്ടി ഓടിപ്പോകുന്നു. ആടുപമ്പേ ആടാടുപമ്പേ. വിട്ടോ ഞാൻ പറഞ്ഞത് റോക്കി സ്ലിപ്പറി. அதுக்கு அப்படிதானா? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറുവ ദ്വീപിലെത്തി. ഇവിടെ കുറേ ദൂരം നടക്കാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ ടു 1.5 കിലോമീറ്റർ നമുക്ക് നടക്കണം. അകത്തെത്തി കഴിഞ്ഞാൽ ഒരു എൻഡ് പോയിന്റിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുളിക്കാനായിട്ടുള്ള പെർമിഷനുണ്ട്. ഇവിടെ പക്ഷേ കുറേ ബോട്ട്സ് ഉണ്ട്. ഇവിടെ കുറച്ച് പാറകളൊക്കെ സ്ലിപ്പറിയാണെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ചൊന്ന് സൂക്ഷിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് കുളിക്കാനും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കുറുവ ദ്വീപിൽ ഉള്ളത്. ദ്വീപിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പോട്ടാണുള്ളതാകത്തും. പിന്നെ കുറച്ച് കാട്ടിനകത്തോടെ നടന്നു വരുന്ന സമയത്ത് നമ്മൾ കുറേ കണ്ടപോലെ കുറേ മരങ്ങളും പുതിയ പുതിയ മരങ്ങളും അതിൻ്റെ പേരൊക്കെ ഉണ്ടാവും. ഇത് ലൈക്ക് എനിക്കത് ഭയങ്കര പുതിയതായിരുന്നു. പൂച്ചമരം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പുതിയൊരു അറിവായിരുന്നു. അങ്ങനെ മരം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാത്ത പല മരങ്ങളുടെ പേരും ഇതൊക്കെ നമുക്ക് വരുമ്പോൾ കാണാനും പറ്റും. അപ്പോൾ അതല്ലാതെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ രാവിലെ നേരത്തെ വരണം. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് കുറുവ ദ്വീപിൽ. കുറുവ ദ്വീപിലെ എൻട്രി ഫീസ് ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക.
ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ വരുവാണെങ്കിൽ ഈ റിവർ റാഫ്റ്റിങ്ങും കൂടെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറുവാദ്വീപ് മാത്രം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.